ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസുവേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ചിക്കൻ കുർമയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുർമയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കുക്കറിലാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനിവിടെ കുക്കറൊക്കെ ചൂടായി വന്നപ്പോഴും ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, ഏലക്ക എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേയൊന്നും ഇട്ട് കൊടുക്കണ്ട, ഇതുപോലെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് ഏലക്കായൊക്കെ ഒരെണ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നീട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് അങ്ങനെ തന്നെയുള്ള കേട്ടോ, കട്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്നിച്ച് ചതച്ചെടുത്തതാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ പേസ്റ്റൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവോള ഒന്ന് നമുക്ക് വാട്ടിയെടുക്കണം. ഇപ്പോൾ ഇതിവിടെ സവോളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. സവോള വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ടുള്ള അളവിൽ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അടുത്തത് നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഈ ഒരു പാകത്തുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൽ നമ്മൾ ഒരല്പം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരണ വരെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേവണ നേരം കൊണ്ട് നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയതും അണ്ടിപ്പരിപ്പും മല്ലിയിലയും ഇത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇതിവിടെ അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ തീ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ജാറിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിൻ്റെ തീ ഓഫാണ്, ഞാൻ തീ ഓണാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. താളിച്ചെടുക്കാനായിട്ടുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഒരു നുള്ള് പെരിഞ്ചീരകവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ കുറുമയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഏതെങ്കിലും കൂട്ടുകാരി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.